7 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈനിലെ സെക്കൻഡ് ചാപ്റ്റർ കളർ ആൻഡ് കോൺട്രാസ്റ്റ്. ഒരു ഡിസൈനിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വിപരീതമായിട്ടുള്ള സ്വഭാവം കാണിക്കുമ്പോഴാണ് അവിടെ ഒരു കോൺട്രാസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ലൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള കളറുകളായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും ആകാം, അതുമല്ലെങ്കിൽ തിക്ക് അല്ലെങ്കിൽ തിന്നായിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് ആയിരിക്കാം. ഇനി അതല്ല സിമ്മട്രിക്കോ അസിമ്മട്രിക്കോ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കാം. ഒന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുമ്പോഴാണ് നമ്മളതിനെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസറുടെ ശ്രദ്ധ നമുക്ക് ആവശ്യമുള്ളൊരു പോർഷനിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട്, അതായത് വിഷ്വൽ ഹയറാർക്കി കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പിൾ തീർച്ചയായും ഫോളോ ചെയ്യണം. ഗ്രാഫിക് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺട്രാസ്റ്റ് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത് കളർ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കളറിൻ്റെ ക്വാണ്ടിറ്റിയും ബാക്കിയുള്ളതിൽ നിന്നുള്ള വേരിയേഷനും അനുസരിച്ച് നമുക്ക് ഈസിലി കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കാണുന്ന എക്സാമ്പിളിൽ ആദ്യത്തെ പോസ്റ്ററിൽ ബ്ലാക്കിൻ്റെ കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ലോഗോ അവിടെ വളരെ എടുത്തു നിൽക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സിലോവറ്റ് പോലെ ബ്ലാക്കിലാണ് ആ ക്യാരക്ടറിൻ്റെ ഇമേജ് വരുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മുടെ ഫോക്കസ് പോകുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമേജിലേക്കായിരിക്കും. ഹൈലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്ററിന് ഇത്രയും ഭംഗി വന്നേക്കണത്. ഒരു ബ്ലാക്ക് സിലവറ്റിന് പകരം ഒറിജിനൽ ഫോട്ടോഗ്രാഫാണ് അവിടെ കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇത്രയും എടുത്തു നിൽക്കില്ല. അതേപോലെ രണ്ടാമത്തെ പോസ്റ്ററിൽ ഓൾമോസ്റ്റ് ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജിൻ്റെ മുകളിലാണ് 1917 എന്ന് പറഞ്ഞാൽ ലോഗോ വച്ചേക്കുന്നത്. മാത്രമല്ല ആ ലോഗോ വന്നേക്കുന്നത് ആ പോസ്റ്ററിൽ തന്നെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറായ ഓറഞ്ചിൽ നിന്നും ബ്ലാക്കിലേക്കുള്ളൊരു ഗ്രേഡിയൻ്റ് ആയിട്ടാണ്. ഇമേജ് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ടോണിലുള്ളത് കൊണ്ട് ആ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ അവിടെ എടുത്തു നിൽക്കും. അതേപോലെ തന്നെ ലോഗോയുടെ അപ്പർ പോർഷൻ എന്ന് പറയുന്ന ബ്ലാക്ക് വൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് ഏറ്റവും ആദ്യം ഈ ഒരു പോസ്റ്ററിൽ പോകുന്നത് ഈ 1917 എന്ന് എഴുതിയിരിക്കുന്നതിലേക്ക് തന്നെയായിരിക്കും. അടുത്ത പോസ്റ്ററിൽ ബ്ലാക്കിൻ്റെ കൂടെ ഹൈലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള യെല്ലോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഇൻവേഴ്സ് ആയിട്ടാണ് ഈ രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ടെക്സ്റ്റും ഇമേജും, യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെക്സ്റ്റും ഇമേജും ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്ററിന് ഇത്രയും കോൺട്രാസ്റ്റ് കിട്ടുന്നത്. മാത്രമല്ല പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷനിലേക്ക് യൂസറുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അതിന് ചുറ്റുമുള്ള എലമെൻസിൻ്റെ കോൺട്രാസ്റ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. കോൺട്രാസ്റ്റിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾക്ക് ഈസിലി ആയിട്ട് ഒരു ഡിസൈനിലുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആൻഡ് കളർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ ഒരു ഡിസൈനിൽ കോൺട്രാസ്റ്റ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ ബെറ്റർ ആക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇതിലുള്ള ആ ഒരു ബ്രൗൺ കളർ നമ്മൾ അവിടെ നിന്ന് മാറ്റണം. കാരണം ആ ഒരു ഓറഞ്ചിഷ് ബ്രൗണും നമ്മുടെ ലോഗോയിലുള്ള അവറിൻ്റെ കളറും വളരെ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതേപോലെ രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ ആ റെഡ് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്യും. കാരണം ടെക്സ്റ്റിന് നമ്മൾ റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ കളർ തന്നെ ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കരുത്, കാരണം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് നമ്മളൊരു കോൺട്രാസ്റ്റ് കൊണ്ടുവരേണ്ടത് ദിവാലി ധമാക്ക സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ്. അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു കോൺട്രാസ്റ്റ് അതിലും കൂടി കൊണ്ടുവന്നാലേ ആൾക്കാർ അതിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. പിന്നെ ആ മെസ്സേജിൻ്റെ ടെക്സ്റ്റിന് അവിടെ കിടക്കുന്ന നീല കളറ് ഒട്ടും മാച്ചിങ് അല്ലാത്തൊരു കളറാണ്. മാത്രമല്ല അത് ബാക്ക്ഗ്രൗണ്ടിൽ വായിക്കാനും പറ്റണില്ല. അപ്പം നമ്മൾ അതും ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ ബേസിക്കലി റെഡും ഓറഞ്ചും ഞാൻ എടുത്ത് കളഞ്ഞിട്ട് യെല്ലോ കളറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദിവാലിയുടെ ആ ഒരു പ്രകാശത്തിൻ്റെയൊക്കെ കളർ വരുന്നതുകൊണ്ടാണ് യെല്ലോ യൂസ് ചെയ്തേക്കുന്നത്. ആ യെല്ലോവുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ബ്ലൂ ടു വൈറ്റ് ഗ്രേഡിയൻ്റ് ആണ് നടുക്ക് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി ഞാൻ മിക്കതും ബ്ലാക്ക് ആക്കി. മെസ്സേജിൻ്റെയും അതേപോലെ പ്രീമിയം മെമ്പേഴ്സിനെ പറ്റിയുള്ളതും ഓൾമോസ്റ്റ് സെയിം പ്രയോറിറ്റി ആയതുകൊണ്ട് അതിന് സെയിം കളറാണ് കൊടുത്തത്. അതേപോലെ ദിവാലി ധമാക്ക സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പേരിന് ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ധമാക്ക എന്ന് പറയുന്നതിന് ഞാനൊരു എക്സ്ട്രാ ഷാഡോ കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടെ നമുക്ക് എടുത്തു നിൽക്കണം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറിയപ്പോൾ തന്നെ നമ്മുടെ ഒരു ഡിസൈൻ അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്റർ ആയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രപ്പോർഷനാണ്. അപ്പോൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ ഡിസൈൻ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.